കൊച്ചു കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മറ്റൊരു ചെറിയ സംശയം മാറ്റിയാലോ? മലയാളം വായിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ എഴുതുമ്പോഴൊക്കെ വരുന്ന ചെറിയൊരു സംശയം നമുക്കങ്ങ് മാറ്റി വെക്കാം ട്ടോ. ആ മാ ആ സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉച്ചാരണത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചില ചിഹ്നങ്ങൾ ചേർത്ത് എഴുതില്ലേ, അതിൽ 2 ചിഹ്നങ്ങൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരും അല്ലേ? ഇത് രണ്ടും ഓടെ ചിഹ്നങ്ങളാണ്. ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു സംശയം വരുന്ന 2 ചിഹ്നങ്ങളാണല്ലേ ഇത്. ഇത് ഓ എന്നതിൻ്റെ ചിഹ്നം, ഇത് ഓ എന്നതിൻ്റെ ചിഹ്നം ഇത്. ഓ ചേർത്ത് ഓടെ ചിഹ്നം ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വായിക്കും? തോ. ഓ എന്നുള്ള ആ ഉച്ചാരണം, ആ ചിഹ്നം ഇതിനോട് ചേർക്കുമ്പോൾ, താ എന്ന വാക്കിനോട് അക്ഷരത്തോട് ചേർക്കുമ്പോൾ എന്ത് വായിക്കും? തോ. ഓ. കണ്ടോ? ഇനി ഓ എന്നുള്ള അതാണ് ചേർക്കുന്നതെങ്കിലോ, അതിൻ്റെ ചിഹ്നമാണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെ വായിക്കും? തോ എന്ന് വായിക്കും. പക്ഷേ ഇതൊരു വാക്കിലേക്ക് എഴുതുമ്പോൾ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എളുപ്പത്തിൽ എങ്ങനെയാണിത് തിരിച്ചറിയാൻ പറ്റുക? അതിന് എളുപ്പവഴി എന്താണ്? രണ്ടും ഓയല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഇത് മനസ്സിലാവണേന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഒരു സംശയം വരും. രണ്ടും ഓയാണ്. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതിനുള്ള എളുപ്പവഴി അത് പറഞ്ഞു നോക്കുക. ആ വാക്ക് എങ്ങനെയാണ്? ഇതാണ് ചിഹ്നമെങ്കിൽ, അത് വെറും ഓ എന്നുള്ള ഉച്ചാരണം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ഇതാണ് ചിഹ്നം വരുന്നത്. അത് ഓ, ഓ ആ വാക്ക് പറയുമ്പോൾ ഓ എന്നുള്ള ആ ഒരു നീട്ടൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിഹ്നം ഏതാണ്? ഇതാണ്. ഓ വെറും ഓ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ചിഹ്നം ഇതും. ഓ എന്നുള്ള വാക്ക് എന്ന ഉച്ചാരണമാണ് വരുന്നതെങ്കിൽ ഇതും. അതിന് എക്സാമ്പിൾ 2 വാക്ക് നോക്കാം. തൊടി എന്ന് പറയുമ്പോൾ അതിൽ തോ, തൊടി. ഓ എന്നുള്ള ഉച്ചാരണം മാത്രമേ വരുന്നുള്ളൂ അല്ലേ? അപ്പം തൊടി. അതിനേതാണ് നമ്മൾ സാധാ ഓയുടെ വെറും ഈ ഓ എന്നുള്ള ഈ ചിഹ്നം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ? ഈ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്രമൊന്നുമല്ല, ഈ ചിഹ്നം, ഈ ഓയുടെ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തൊടി, തോ, ഓ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത്. അതുപോലെ തൊട്ടു എന്ന വാക്കിന് ഏതാണ്? വെറും ഓയാണ് വരുന്നത്. ഓ എന്ന് നമ്മൾ പറയുന്നത്. തോട്ടു എന്നല്ലല്ലോ പറഞ്ഞത്, തൊട്ടു എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ ചിഹ്നം, സാധാ ഓയുടെ ചിഹ്നം, ഈ ചിഹ്നമാണ്, ഈ ഓയുടെ ഈ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തോട്ടി എന്ന വാക്ക് കണ്ടോ? അപ്പോഴാണ് നമ്മൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. തോട്ടി എന്ന് പറയുമ്പോൾ ഓ എന്നുള്ളതാണ് വരുന്നത്, എന്ന ഉച്ചാരണമാണ് വരുന്നത്. തോട്ടി, തോ. കണ്ട? ഓ, തോ, തോട്ടി. ഇത് ഈ തോയാണ്, ഈ ഓയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായി പോവും? തൊട്ടി എന്നാണ് വായിക്കുക അല്ലേ? തൊട്ടി എന്നായി പോവും. തോട്ടി എന്നാവുന്നത് എന്തുകൊണ്ടാണ്? തോ, ഓ എന്നുള്ള ആ ഉച്ചാരണം, ആ ചിഹ്നം അവിടെ ചേർന്ന് വരുന്നത് കൊണ്ടാണ് ഇത് തോട്ടി എന്നാവുന്നത്. ഈ ഈ ഓയുടെ ചിഹ്നമാണ് ഇതിൻ്റെ ഒപ്പം ചേർത്തെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വായിക്കും? തൊട്ടി, തൊട്ടി എന്ന് വായിക്കും. കണ്ടാ? തോട്ടി, ഓ, തോ എന്ന് വന്നത് ഈ ഓ എന്നതിൻ്റെ ചിഹ്നം ഇതിനോട് ചേർന്നത് കൊണ്ടാണ് തോട്ടി എന്ന് വന്നത്, തോ എന്ന് വന്നത്. തോട്ടി എന്താണെന്നറിയില്ലേ? മാങ്ങയൊക്കെ പറിക്കുന്ന തോട്ടി. നിങ്ങളുടെ അവിടെ എന്തിനാ അങ്ങനെ തന്നെയാണ് പറയണതെന്ന് വിചാരിക്കുന്നു കേട്ടോ. മാങ്ങയൊക്കെ പൊട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തോട്ടി, അതാണ്. ഇനി തോൾ, നമ്മുടെ ഷോൾഡർ അല്ലേ? ഷോൾഡർ, അതിനെന്താണ് നമ്മൾ പറയുന്നത്? തോൾ. തോൾ. കണ്ട? ഓ, തോൾ, തോൾ. കണ്ട? ഈ ഓ എന്നുള്ള ഉച്ചാരണം വരും. തോറ്റു, തൊറ്റു എന്നല്ലല്ലോ, തോറ്റു. അപ്പോൾ ഓ എന്നുള്ള ഉച്ചാരണം വരുന്നില്ലേ? തോ, ഓ, തോറ്റു. കണ്ട? ആ ഉച്ചാരണം വരുന്നത്. അങ്ങനെ ഉച്ചാരണം, അത് ആ വാക്ക് പറയുമ്പോൾ ഓ എന്നാണോ ഓ എന്നാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് കാ അല്ലെങ്കിൽ ഏത് വാക്കെടുക്കാം? അപ്പോൾ നമ്മൾ താ ഉപയോഗിച്ചു. പാ എന്ന വാക്കെടുക്കാം. പായുടെ കൂടെ പാ എന്ന വാക്കെടുത്തു. ഇവിടെ നമ്മൾ തായാണ് ഉപയോഗിച്ചത്. ഇനി പാ എന്ന അക്ഷരം, വാക്കല്ല കേട്ടോ, അക്ഷരം എടുത്തു. താ എന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ കുറച്ച് വാക്കുകൾ കണ്ടു. ഇനി അതുപോലെ പാ എന്ന അക്ഷരം എടുത്തു. അതിനോട് ഓ എന്ന വെറും ഈ ഓ എന്ന ചിഹ്നം ചേർത്തു. അതായത് ഈ ചിഹ്നം. അത് വരുമ്പോൾ എങ്ങനെയാ? പോ, പോ ഇങ്ങനെ വന്നു. ഇനി ഈ പോ വെച്ചിട്ടൊരു വാക്ക് പറയാം നമുക്ക്. പോ വെച്ചിട്ട് ഏതാണ് ഒരു വാക്ക് പറഞ്ഞേ?
പൊട്ട്. പൊട്ട് എന്ന വാക്ക്. പൊട്ട്. പോ, ഓ എന്നേ വരുന്നുള്ളൂ. പോട്ട് എന്നാണോ? അല്ല, പൊട്ട്. പൊട്ട്, പോ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓ എന്നേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ചിഹ്നം പൊട്ട്. കണ്ട, പൊട്ടിന് ഈ ഓയാണ് വരിക. അതുപോലെ പൊത്ത്. പൊത്ത്. പൊത്ത്, അതിന് ഈ ചിഹ്നം, ഈ ഓയുടെ ഈ ചിഹ്നമാണ് വരിക. ഈ ഓയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. പൊത്ത്. പോ, ഓ. കണ്ട, പോ എന്ന് പറയുന്നിടത്ത് ഓ എന്ന ചിഹ്ന വാക്കാണ്, ആ ഉച്ചാരണമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓയുടെ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓ എന്നുള്ളത് പായോട് ചേർത്ത് നോക്കാം കേട്ടോ. ഓ. അപ്പം എങ്ങനെ വരും? പോ. നമ്മൾ പറയില്ലേ പോ എന്ന് പറയില്ലേ, ആ ചിഹ്നം, അത് പോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പോത്ത്. പോത്ത് കണ്ട, പോ, പോത്ത്. കണ്ട, അപ്പോൾ ഓ എന്നാണ് വരുന്നത്. അതുകൊണ്ട് പോത്തെന്ന് പറയുമ്പോൾ ഈ പോയാണ്. അപ്പോൾ അതിന് ആ വാക്കിൽ അത് പറയുമ്പോൾ അതിന് നീട്ടം കൂടുതലുണ്ടെന്ന് നോക്കാം. ഓ എന്നാണോ വരുന്നത്, ഓ എന്നാണോ വരുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓ എന്നാണ് വരുന്നതെങ്കിൽ ഇതും ഈ ചിഹ്നവും, ഓ എന്നാണ് വരുന്നതെങ്കിൽ ഏതാണ് ഓയുടെ ചിഹ്നം? ഏതാണ്? ഇതാണ് ഓയുടെ ചിഹ്നം അല്ലേ? അപ്പോൾ അല്ല, ഓ എന്നാണ് വരുന്നതെങ്കിൽ ഈ ചിഹ്നവും, ഓ എന്നാണ് വരുന്നതെങ്കിൽ ഈ ചിഹ്നവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാക്ക് പറഞ്ഞു നോക്കാം. പൊട്ട് എന്ന് പറയുമ്പോൾ ഓ എന്നേ വരുന്നുള്ളൂ. പൊട്ട്, പോ, ഓ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചു. പോത്ത് എന്ന് പറയുമ്പോൾ പോത്ത് എന്നാണ്, പോ, ഓ എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചു. അങ്ങനെ വാക്കുകൾ പറഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത്. ഈ ചിഹ്നമാണ് കാണുന്നതെങ്കിൽ പോത്ത്. പൊത്ത് എന്നല്ല, പൊത്ത് എന്ന് എഴുതുമ്പോൾ ഏതാണ് വരുന്നത്? പൊത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പൊത്ത്. ചെറിയൊരു ചിഹ്നത്തിൻ്റെ വ്യത്യാസമാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് മാറിക്കഴിഞ്ഞാൽ വാക്കുകൾ മാറിപ്പോവും. പൊത്ത് എന്ന് പറയുമ്പോൾ ഇതാണ്, ഓ എന്നേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് പൊത്ത് എന്നാണ് വായിക്കുക. പോത്ത് എന്ന് പറയുമ്പോൾ ഓ എന്നായി. അപ്പോൾ നമ്മൾ ഈ ചിഹ്നമാണ് ഉപയോഗിക്കുക. കണ്ടോ, ഓ അതിൻ്റെ ചിഹ്നമാണ് ഉപയോഗിക്കുക. അപ്പോൾ പോത്ത് എന്നായി. ചെറിയൊരു ചിഹ്നം അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോൾ പൊത്ത് പോത്താവും, പോത്ത് പൊത്താവും. അപ്പം അതുകൊണ്ട് അത് ആ പറഞ്ഞു നോക്കി അല്ലെങ്കിൽ ആ ചിഹ്നം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഇങ്ങനെ ഈ ചിഹ്നമാണ് വരുന്നതെങ്കിൽ ഓ എന്ന ഉച്ചാരണവും, ഈ ചിഹ്നമാണ് വരുന്നതെങ്കിൽ ഓ എന്ന ഉച്ചാരണവും അല്ലേ? അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇത് വരുമ്പോൾ പോ, പോത്ത്. ഓയുടെ ചിഹ്നം ഇതാണ് വരുന്നതെങ്കിൽ പൊത്ത്, പോ, പൊത്ത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. ആ ഉച്ചാരണം നോക്കിയിട്ട് ആ ചിഹ്നങ്ങൾ രണ്ടും ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അത് പൊത്തും പോത്തും ഓർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പൊത്ത് പോത്താവും, പോത്ത് പൊത്താവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് രണ്ടും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ എളുപ്പമാണ്. അത് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ പറഞ്ഞ വാക്കൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ നോക്കുക, അത് നീട്ടിയാണോ വരുന്നത്, പോത്ത് എന്നാണോ, ഇപ്പോൾ ഓ എന്നാണോ വരുന്നത്, ഓ എന്നാണോ വരുന്നത്. ഓ എന്നാണ് വരുന്നതെങ്കിൽ ഇതാണ് ചിഹ്നം, ഓ എന്നാണ് വരുന്നതെങ്കിൽ ഇതാണ് ചിഹ്നം. അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കി കൂടുതൽ വാക്കുകൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പറയാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വാക്കുകളിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പോകാനൊക്കെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.